അങ്ങനെ ഇളനീരാട്ടം കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോഴും കൊട്ടിയൂരിൽ എത്തിയിരിക്കുകയാണ്. കൊട്ടിയൂരിന്റെ ആ ഒരു മണ്ണിലൂടെ ഞാനിങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഇപ്പോഴും ഞാൻ ഏകദേശം നല്ല 5-6 പ്രാവശ്യമായി കൊട്ടിയൂരിലേക്ക് വരുന്നത്. ഓരോ പരിപാടിക്കും വരാറുണ്ട്, അതൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ഒരു 10-11 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത്. പാലത്തിലൊന്നും ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ ചളിവെള്ളം അങ്ങ് മുകളിൽ നിന്ന് വരുന്നുണ്ട്. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് ഇതുപോലെ ചളിവെള്ളം വരുന്നത്. പിന്നെ ഒരുപാട് പേര് അപ്പോഴേക്കും മടങ്ങുന്നുണ്ടായിരുന്നു. രാവിലെയൊക്കെ വന്നവരായിരിക്കാം, അതായത് തൊഴുതതിന് ശേഷം അവരൊക്കെ മടങ്ങുകയാണ്. ഇനിയിപ്പോഴും വരുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളനീരാട്ടത്തിന് വേണ്ടി വരുന്നവരാണ്. അതായത് ഇളനീരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിയോട് കൂടിയിട്ടാണ് തുടങ്ങുക എന്ന് പറയുന്നത് കേട്ടിരുന്നു. ഏതായാലും ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഞാനും അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നത്. ഇപ്പോഴേ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സ്ഥിതി കേട്ടാ, അത് ഞാൻ പറയാം, വഴിയേ പറയാം. അങ്ങനെ ഞാൻ ആ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കയറും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്തർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇളനീർ ആട്ടത്തിന് വേണ്ടിയിട്ട്, അത് കാണാൻ വേണ്ടിയിട്ടും പിന്നെ തിരുമുത്തപ്പൻ്റെ വരവിന് വേണ്ടിയിട്ടും അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ വലിയൊരു വെല്ലുവിളി തന്നെയാണ് കേട്ടോ. അതായത് ഇടയ്ക്കിടെ ഇങ്ങനെ കുട ഇങ്ങനെ നിവൃത്തി പിടിക്കണം. പിന്നെ ചില ആൾക്കാരൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിറക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇളനീരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ സ്ഥാനീയന്മാരൊക്കെ അവിടത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കുട നീർക്കുമ്പോൾ നമുക്കും ഒരുപാട് കാണാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇളനീരാട്ടത്തിൻ്റെ മുന്നോടിയായിട്ട് അവരൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇളനീര് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ വളണ്ടിയറും ആൾക്കാരും എല്ലാവരും ഉണ്ട്. അവരൊക്കെ വളരെയധികം ഊർജ്ജസ്വലരായിട്ട്, അതായത് ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇനിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരോടും വളരെയധികം മാന്യതയോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും സംസാരിച്ച് ആ ഒരു ഇളനീരിന് വേണ്ടിയിട്ടുള്ള, ഇളനീര് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡാണത്. ആ സ്റ്റാൻഡ് അവിടെ റൗണ്ട് ചെയ്ത് വെച്ച് അതിൻ്റെ അകത്താണ് ഇളനീര് നിറച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഇളനീര് കൊത്തിയിട്ട് അതിൻ്റെ വെള്ളം നീരെടുത്തതിന് ശേഷമാണ് തൊണ്ട് ഭക്തർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അത് പുറത്തെവിടെയും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും വേലി പോലെ കെട്ടുകയാണ് ഈ ഒരു സാധനം കൊണ്ട്. അങ്ങനെ അത് കഴുകിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഇളനീരുകളെല്ലാം വേർതിരിച്ച് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഇളനീരാട്ടം തുടങ്ങുന്നത്. ഇപ്പോഴും ഭക്തജനങ്ങൾ അവിടെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് അവിടെ തൊഴുത് പല അമ്പലങ്ങളിലും പോയിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇളനീരാട്ടം കാണാൻ വേണ്ടിയിട്ടും അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വന്നത്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇളനീരാട്ടം കഴിഞ്ഞാൽ മാത്രമേ ഇവരെല്ലാവരും തിരിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ഇവരൊക്കെ തൊഴുതതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇളനീരാട്ടം എവിടെയാണ് നല്ല രീതിയിൽ കാണാൻ കഴിയുക എന്നൊക്കെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പക്ഷേ പലരുടെയും ആ ഒരു സ്ഥാനമൊക്കെ പിന്നീട് തെറ്റിപ്പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ എല്ലാവരും അവിടെ എവിടെയെങ്കിലും ഒരു കൂടാരത്തിൽ പോയിരിക്കാനാണ് നോക്കുന്നത്. പലരുടെ കയ്യിലും കൊടയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടാരത്തിലാണ് പലരും പോയി ഇരിക്കുന്നത്. ഇപ്പോഴും അവർ ആ ജോലികളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല ജോലിയാണ് കേട്ടോ. അവിടെയുള്ളവർക്കൊക്കെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കണ്ട അഭിപ്രായങ്ങൾ പറയുന്നത് പോലെയല്ല, അവർക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇളനീരാട്ടത്തിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. അതിനുശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ പുറകിൽ തന്നെ ഇളനീരാട്ടത്തിൻ്റെ വീഡിയോയും വരുന്നതായിരിക്കും. എല്ലാവരും അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ.
മറ്റേ ഡോറിനകത്തേക്ക് കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നെ കംപ്ലൈൻറ്റ് ഞാനിന്നലെ പോയില്ലേ അതുകൊണ്ടൊക്കെ നല്ലോണം അറിയില്ല അവർ തമ്മിൽ സംസാരിക്കും മറ്റേ കവറിങ് എടുത്തേ നോക്കാം
നാളെ 7 മണി വരെ Thank you.